നമസ്കാരം. തള്ളക്കോഴി ചിറകനടിയിൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ പാർട്ടി പ്രവർത്തകരെ കണ്ണൂരിൽ സംരക്ഷിച്ച നേതാവ്. കുമ്പക്കുടി സുധാകരൻ എന്ന കെ സുധാകരനെ അണികൾ കണ്ണൂർ സിംഹം എന്ന് വിളിക്കുന്നത് വെറുതെ ആയിരുന്നില്ല. CPM-ന് സമഗ്രാധിപത്യമുള്ള കണ്ണൂരിൽ സുധാകരന് കാലുറച്ചതോടെയാണ് തല്ലുവാങ്ങി ഓടിയിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ തല ഉയർത്തി നിൽക്കാൻ തുടങ്ങിയത്. പരുക്കൻ രാഷ്ട്രീയ ശൈലിയും ഭയമില്ലാത്ത സംസാര രീതിയും ശത്രുക്കളുടെ മുന്നിൽ തലകുനിക്കാത്ത നിലപാടുകളുമുള്ള ഈ കണ്ണൂർ സിംഹത്തിന് ഈ 77-ാം വയസ്സിലും സടകൊഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ പോലും മുൾമുനയിൽ നിർത്തി സുധാകരൻ കണ്ണൂർ സീറ്റിന് വേണ്ടി ഏറെ നേരം പൊരുതി. ഇപ്പോൾ സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് സുധാകരൻ കലാപശ്രമങ്ങൾ മാറ്റിവെച്ച് പാർട്ടിക്ക് വിധേയനായിരിക്കുകയാണ്. CPM-ന്റെ കോട്ടയായ കണ്ണൂരിൽ അവർക്കെതിരെ സന്ധിയില്ലാതെ പോരാടുന്ന ഏക കോൺഗ്രസ് നേതാവായിട്ടാണ് സുധാകരൻ അറിയപ്പെടുന്നത്. ഓരോ CPM നേതാവിനെയും അവരുടെ ശൈലിയിൽ തന്നെ നേരിടാനുള്ള അദ്ദേഹത്തിന്റെ ആർജവം കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. കണ്ണൂരിലെ ഓരോ മുക്കിലും മൂലയിലും തനിക്ക് നേരിട്ട് ബന്ധമുള്ള പ്രവർത്തകരുണ്ടെന്നും അവർക്കൊപ്പമാണ് താൻ വളർന്നതെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ഇത് ശരിയാണെന്ന് ശത്രുക്കൾ പോലും അംഗീകരിക്കും. 1948 മെയ് 11 കണ്ണൂരിലെ നടാലിൽ V. രാമുണ്ണിയുടെയും മാധവിയുടെ മകനായി ജനിച്ച സുധാകരൻ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ നിന്ന് ബിരുദവും തുടർന്ന് ബിരുദാനന്തര ബിരുദവും LLB പഠനവും പൂർത്തിയാക്കി. KSU വഴിയാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. KSU, യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളുടെ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1991 മുതൽ 2001 വരെ കണ്ണൂർ DCC പ്രസിഡന്റായി പ്രവർത്തിച്ചു. 1996 മുതൽ 2009 വരെ കണ്ണൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് കേരള നിയമസഭയിൽ അംഗമായിരുന്നു. 2001-2004 കാലഘട്ടത്തിൽ AK ആന്റണി മന്ത്രിസഭയിൽ വനം കായിക വകുപ്പ് മന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. 2009, 2019, 2024 വർഷങ്ങളിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റ് അംഗമായി. എന്നും വധഭീഷണികൾക്കും തിരിച്ചടികൾക്കും ഇടയിലൂടെയാണ് സുധാകരൻ കടന്നുപോയത്. അസാധാരണമാണ് അദ്ദേഹത്തിന്റെ ആ ജീവിതകഥ. ബ്രണ്ണൻ കോളേജിലെ പഠനകാലത്ത് പിണറായി വിജയനെ ചവിട്ടി വീഴ്ത്തിയിട്ടുണ്ടെന്നും AK ബാലനെ തല്ലി ഓടിച്ചിട്ടുണ്ടെന്നും K. സുധാകരൻ മുമ്പൊരിക്കൽ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. ക്യാമ്പസിൽ എപ്പോഴും കത്തിയുമായി നടക്കുന്ന ഫ്രാൻസിസ് എന്ന സഹപാഠി പിണറായി വിജയനെ കത്തികൊണ്ട് കുത്താൻ ശ്രമിച്ചെന്നും ഒഴിഞ്ഞു മാറിയതുകൊണ്ടാണ് പിണറായി രക്ഷപ്പെട്ടതെന്നുമായിരുന്നു സുധാകരന്റെ അവകാശവാദം. കോവിഡ് കാലത്തായിരുന്നു ഈ ഒരു വിവാദമുണ്ടായത്. എന്നാൽ മുഖ്യമന്ത്രി അത് നിഷേധിക്കുകയായിരുന്നു. ഈ അവകാശവാദത്തെ സുധാകരന്റെ വെറും സ്വപ്നമെന്നാണ് പിണറായി വിശേഷിപ്പിച്ചത്. താൻ പരീക്ഷ എഴുതാൻ പോയപ്പോൾ KSUക്കാർ വളഞ്ഞുവെന്നും അന്ന് താൻ ശബ്ദമുണ്ടാക്കി അവരെ പേടിപ്പിക്കുകയാണ് ചെയ്തതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പ്രത്യേക രീതിയിൽ ഒരു ആക്ഷൻ ഞാനെടുത്തു, അയാളെ തല്ലിയില്ല, തൊട്ടില്ല എന്ന് പിണറായി പറഞ്ഞതും അന്ന് വൈറലായിരുന്നു. 1960-കളുടെ അവസാനത്തിൽ ബ്രണ്ണൻ കോളേജിൽ നിലനിന്നിരുന്ന രൂക്ഷമായ വിദ്യാർത്ഥി രാഷ്ട്രീയമായിരുന്നു ഈ വിവാദത്തിന് ആധാരമായത്. പിണറായി വിജയൻ അന്നത്തെ കേരള സ്റ്റുഡൻസ് ഫെഡറേഷന്റെ കരുത്തുറ്റ നേതാവായിരുന്നു. K. സുധാകരൻ അന്ന് കേരള സ്റ്റുഡൻസ് യൂണിയന്റെ വളർന്നു വരുന്ന നേതാവ്. കോളേജിലെ രാഷ്ട്രീയ അധീശത്തിനായി ഇരു വിഭാഗങ്ങളും തമ്മിൽ നിരന്തരം സംഘർഷങ്ങൾ നടന്നിരുന്ന കാലമായിരുന്നു അത്. എന്നാൽ പിണറായി ചവിട്ടി വീഴ്ത്തി എന്നത് ഒരു തള്ളു മാത്രമാണെന്നാണ് പൊതുവെ പറയുന്നത്. മമ്പറം ദിവാകരൻ എന്ന കോൺഗ്രസ് നേതാവ് പറയുന്നത് K. സുധാകരനും താനും ഒരേ കാലത്താണ് പഠിച്ചതെന്നും എന്നാൽ സുധാകരൻ അവകാശപ്പെടുന്നത് പോലെ സംഭവം താൻ കണ്ടിട്ടില്ലെന്നും കേട്ടിട്ടില്ലെന്നുമാണ്. അന്ന് തന്റെ കൂടെ ഉണ്ടായിരുന്നതായി സുധാകരൻ പറഞ്ഞ ഫ്രാൻസിസ് എന്ന നേതാവിന്റെ കുടുംബം ഈ ആരോപണങ്ങൾ ശരിയല്ലെന്നാണ് പ്രതികരിച്ചത്. ബ്രണ്ണൻ കോളേജ് വിവാദത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്റെ മക്കളെ തട്ടിക്കൊണ്ടുപോകാൻ K. സുധാകരൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് ഒരു സുഹൃത്ത് തന്നോട് വെളിപ്പെടുത്തിയിരുന്നതായി അദ്ദേഹം പറഞ്ഞിരുന്നു. താൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ഈ സംഭവം ആസൂത്രണം ചെയ്തതെന്നും ഒരാൾ തന്നെ മുൻകൂട്ടി വിവരം അറിയിച്ചതുകൊണ്ട് അത് നടന്നില്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അവകാശപ്പെട്ടത്. ഈ ആരോപണത്തെ K. സുധാകരൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. താൻ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ലെന്നും പിണറായി വിജയൻ കള്ളം പറയുകയാണെന്നുമായിരുന്നു സുധാകരൻ മറുപടി നൽകിയത്. ഇത്രയും വലിയൊരു ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ച് അറിവുണ്ടായിട്ടും എന്തുകൊണ്ടാണ് പോലീസിൽ പരാതി നൽകിയില്ലെന്ന് സുധാകരൻ ചോദിച്ചു. ബ്രണ്ണൻ തല്ല് ഒരുപക്ഷെ അല്പം കയറ്റി പറഞ്ഞതാവും. പക്ഷേ സുധാകര യുഗത്തിന് ശേഷമാണ് കണ്ണൂരിൽ കോൺഗ്രസുകാർ അടി നിന്ന് കൊള്ളുന്നതിന് പകരം തിരിച്ചടിക്കാൻ തുടങ്ങിയത് എന്നത് വസ്തുതയാണ്. കണ്ണൂരിലെ പ്രവർത്തകർക്കിടയിൽ പൊതുവികാരമാണ് സുധാകരൻ. പ്രവർത്തകർ സുധാകരനെ ഒരു വൈകാരിക സാന്നിധ്യമായിട്ടാണ് പൊതുവെ കാണുന്നത്. CPM-ന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ കോൺഗ്രസിനെ പതറാതെ പിടിച്ചു നിർത്തിയ നേതാവ് എന്ന നിലയിലാണ് അദ്ദേഹത്തിന് കണ്ണൂർ സിംഹം എന്ന വിശേഷണം ലഭിച്ചത്. കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ കാലത്ത് തന്റെ പ്രവർത്തകർക്ക് സംരക്ഷണമൊരുക്കാൻ സുധാകരൻ എപ്പോഴും മുൻപന്തിയിലുണ്ടായിരുന്നു. തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിച്ച് സംരക്ഷിക്കുന്നത് പോലെ താൻ തന്റെ സഹപ്രവർത്തകരെ കാത്തു സൂക്ഷിച്ചുവെന്ന് അദ്ദേഹം തന്നെ പലപ്പോഴും വൈകാരികമായി പറയാറുണ്ട്. അക്രമങ്ങൾക്കിടയിൽ പതരാതെ പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലിയാണ് അവരെ അദ്ദേഹത്തിലേക്ക് അടുപ്പിച്ചത്. ഈ ജനശക്തി തന്നെയാണ് സുധാകരന്റെ കരുത്ത്.